സഹോദരിമാരെ, ഗുണകാംക്ഷികളെ, നമ്മുടെ ബഷീർ സാഹിബ് പറയുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞൊരു ഇഫ്താർ എനിക്കുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് ബഷീർ സാഹിബ് ഇവിടെ എന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴാണ് ചെറിയൊരു ഇഫ്താറല്ല, അത് വലിയ ഇഫ്താറാണ്. ഒരുപാട് ആളുകൾ, സമൂഹത്തിൽ വലിയ വലിയ പദവികൾ വഹിക്കുന്ന നമ്മുടെ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ, അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ MLA, അതുപോലെ തന്നെ റഷീദ് സാറ്, നമ്മുടെ കരമന ഇമാമ് അടക്കം നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളടക്കമുള്ള രാധാകൃഷ്ണൻ സാർ അടക്കമുള്ള, അതുപോലെ സൂപ്രണ്ട് അടക്കമുള്ള ഒരുപാട് ആളുകൾ, അതിനെല്ലാം ഉപരിയായി ഈ സ്ഥാപനത്തിലെ അന്തേവാസികളായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാം ചേർന്ന ഒരു മഹത്തായ ആത്മീയതയുടെ ധന്യതയും ചൈതന്യവും പൂർണ്ണമായും അടങ്ങിയിട്ടുള്ള ഒരു ഇഫ്താർ സംഗമമാണ് ഈ ഇഫ്താർ സംഗമം. അതുകൊണ്ടാണ് ബഷീർ സാഹിബ് എന്തായാലും ഇവിടെ ഒരു സാന്നിധ്യം തുടക്കത്തിലെങ്കിലും ആവശ്യമാണ് എന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിർബന്ധിപ്പിക്കാറില്ല, പക്ഷെ ഇവിടെ വരേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴായിരിക്കും ബോധ്യമാവുക. തീർച്ചയായിട്ടും എനിക്കത് ബോധ്യമായിരിക്കുന്നു. ഞാൻ ഇഫ്താറിൻ്റെ റമളാന്റെ സന്ദേശങ്ങളിലേക്കൊന്നും കാര്യമായി പോകുന്നില്ല. റമളാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള മാസമാണ്. ഖുർആൻ എന്ന് പറയുമ്പോൾ മറ്റുള്ള വേദഗ്രന്ഥങ്ങളെ പോലെ തന്നെ മാനവരാശിയുടെ മാർഗദർശനമായി വെളിച്ചമായിട്ട് അവതീർണമായിട്ടുള്ള ഗ്രന്ഥമാണ്. മനുഷ്യരെ എല്ലാവരെയും ഒന്നായി കാണണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. എല്ലാ വേദഗ്രന്ഥങ്ങളും അങ്ങനെയാണ്. മനുഷ്യരെ, അള്ളാഹു പറയാം, മനുഷ്യരെ നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ്, വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളുമാക്കിയത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നുള്ള വലിയ സന്ദേശം, ആ ഒരുമയുടെ സന്ദേശം നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് പ്രായോഗികമാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഇഫ്താർ സംഗമത്തിലൂടെ. നോമ്പിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർത്തിയെ നിയന്ത്രിക്കുകയാണ് നോമ്പ്. മനുഷ്യനെ സംബന്ധിച്ച് ഒരു കവി പറഞ്ഞത്, മനുഷ്യൻ മത്സ്യത്തെ പോലെയാണ്. മത്സ്യത്തിന് ജലം എമ്പാടും, മത്സ്യത്തിന്റെ ജലാശയത്തിന്റെ ഒരു കുളത്തിലാണെങ്കിൽ കുളത്തിന്റെ ഉപരിതലത്തിൽ നിന്ന്, കടലിലാണെങ്കിൽ കടലിന്റെ ഉപരിതലത്തിൽ നിന്ന്, പുഴയിലാണെങ്കിൽ പുഴയുടെ ഉപരിതലത്തിൽ നിന്ന് എമ്പാടും വെള്ളം മത്സ്യത്തിന് ലഭിക്കും. പക്ഷെ അതേ വെള്ളം തേടിക്കൊണ്ട് തന്നെ മത്സ്യം ജലാശയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. മനുഷ്യൻ അങ്ങനെയാണ്. അവന് ആവശ്യമുള്ളതൊക്കെ, അവന്റെ വിശപ്പടക്കാനും അവന്റെ കുടുംബത്തിന്റെ വിശപ്പടക്കാനും ഒക്കെ ആവശ്യമുള്ളത് കിട്ടിയാലും പിന്നെയും മനുഷ്യനിങ്ങനെ അവന്റെ ആർത്തി പൂണ്ടുകൊണ്ട് മനുഷ്യൻ അക്രമങ്ങളിലേക്കും അരാജകത്വങ്ങളിലേക്കും എല്ലാം തന്നെ വ്യതിചലിച്ചു പോകുന്ന ഒരു അവസ്ഥ മനുഷ്യനെ സംബന്ധിച്ചുണ്ട്. അവന്റെ ആർത്തിയെ നിയന്ത്രിക്കണം എന്നാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പ് മനുഷ്യനോട് പറയുന്നത്. വിശന്നുകൊണ്ട് നീ നിന്റെ ആർത്തിയെ നിയന്ത്രിക്കാനുള്ള പരിശീലനം നേടുക എന്നതാണ് റമളാന്റെ നോമ്പിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ഈ രണ്ട് സന്ദേശങ്ങളും, മാനവികതയുടെ സന്ദേശവും ആർത്തിയെ നിയന്ത്രിക്കാനുള്ള സന്ദേശവും ജീവിതത്തിൽ ആവാഹിക്കുവാൻ ഇന്നത്തെ ഇഫ്താർ സംഗമം നമുക്കൊരു പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും റമളാൻ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.